ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരെല്ലാം കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾ തലയിൽ ചൂടാറുണ്ട്. പിന്നെ ശീബോധിക്ക് വെക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങും കൂടി അവർ ചെയ്യാറുണ്ട്. ശീബോധിക്ക് വെക്കുക എന്ന് വെച്ചാൽ ശ്രീ ഭഗവതിക്ക് വെക്കുക എന്നാണ് ശരിക്കും അതിനെ പറയുക. പിന്നെ നമ്മൾ പറഞ്ഞത് ശീബോധിയായി മാറി. ഞാൻ ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക് നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് ഒരു അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും വീടിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഈ ചടങ്ങുകളൊക്കെ ചെയ്തു പോന്നിരുന്നത്. ചിലരിത് കർക്കിടക മാസം മുഴുവൻ വയ്ക്കാറുണ്ട്. ചിലർ കർക്കിടകം 1 മാത്രമേ വയ്ക്കാറുള്ളൂ. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ് കേട്ടോ ഈ ദശപുഷ്പങ്ങൾ. അപ്പോൾ അതിൽ എനിക്ക് പരിചയമുള്ളത് മുക്കുറ്റി, പൂവാങ്കുറുന്നില, തിരുതാളി, കറുക, കയ്യോന്നി, മുയൽച്ചെവിയൻ, ഇതൊക്കെയാണ് എനിക്ക് പരിചയമുള്ള ചെടികൾ. പിന്നെ ഇത് കൂടാതെ ഉഴിഞ്ഞ, നിലപ്പന, അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. പിന്നെ ഞാനിതിൽ വിട്ടുപോയ ചെടി കൃഷ്ണകാന്തി എന്നും വിഷ്ണുക്രാന്തി എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ്. ഓരോ ചെടികളും ഓരോ ദേവന്മാരെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ചെടി ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ വരുണൻ, ശനിദേവൻ, കാമദേവൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെടികളുണ്ട്. അപ്പം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയണില്ല. നമ്മുടെ പഴയ ആചാരങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ഒക്കെ ചെയ്തത്. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഈ ചലഞ്ച് ഞാൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് കിട്ടാത്ത ചെടി നിലപ്പന എന്ന് പറയുന്ന ചെടി മാത്രമാണ്. അപ്പോൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ചെടികൾ ഞാനിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിണ്ടി, നിലവിളക്ക്, രാമായണം, പിന്നെ വാൽക്കണ്ണാടി. അപ്പോൾ നമ്മുടെ രാമായണം വെക്കേണ്ടത് ഒരു മുട്ടിപ്പലകേമലാണ് കേട്ടോ. എനിക്ക് പലകയില്ലാത്ത കാരണം ഞാനൊരു കുഞ്ഞ് ടേബിളുമ്മലാണ് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. നിലവിളക്ക് കൊളുത്തി ഭക്തിപൂർവ്വം നമ്മൾ ശേഖരിച്ച ദശപുഷ്പങ്ങളെല്ലാം കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.